പ്രിയ കുട്ടികളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം ക്വിസിൻ്റെ UP സബ് ജില്ലാതല ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ആകാശത്തിൻ നീലിമയിൽ തിരമാലകൾ തൻ താളവുമായി നീണ്ടു നിവർന്നു പരന്നു കിടക്കും കടലത് അത്ഭുതമാശ്ചര്യം. കടലിനെ കുറിച്ചുള്ള വിശേഷണം കേട്ടല്ലോ. നൽകിയ പദങ്ങളിൽ കടലിൻ്റെ പര്യായ പദമല്ലാത്തത് ഏതാണ്? ആൻസർ ഊഴി. രണ്ടാമത്തെ ചോദ്യം: ഓസോൺ ഫോർ ലൈഫ് എന്നതാണ് 2024 ഓസോൺ ദിനത്തിൻ്റെ തീം. ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന്? സെപ്റ്റംബർ 16. കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കുന്നതിനും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃഷി മെച്ചപ്പെടുത്തുന്നതിനുമായി കേരള സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പിൻ്റെ പേരെന്താണ്? കതിർ ആപ്പ്. നാലാമത്തെ ക്വസ്റ്റ്യന്: ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം രചിച്ച വ്യക്തി ആര്? കല്ലേൽ പൊക്കുടൻ. വാഴയില എന്ന പദത്തെ വാഴ പ്ലസ് ഇല എന്ന് പിരിച്ചെഴുതും. പച്ചക്കുതിര എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എപ്രകാരമാണ്? പച്ച പ്ലസ് കുതിര. രണ്ടാമത്തെ ചോദ്യം: ഒരു കുപ്പി നിറയെ വെള്ളമുണ്ട്. അതിൻ്റെ ഭാരം 1 കിലോഗ്രാം 100 ഗ്രാം ആണ്. പകുതി വെള്ളം കളഞ്ഞു തൂക്കിയപ്പോൾ അതിൻ്റെ ഭാരം 600 ഗ്രാം ആയി. എങ്കിൽ കുപ്പിയുടെ ഭാരം എത്ര? എങ്ങനെ കണ്ടെത്തും? മൊത്തത്തിലുള്ള ഭാരം 1 കിലോഗ്രാമും 100 ഗ്രാമുമാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. അപ്പോൾ 1100 ഗ്രാമാണ് അതിൻ്റെ മൊത്തം ഭാരം. ആകെയുള്ള ഭാരം, അതായത് 1100-ൽ നിന്ന് കുപ്പിയിലെ വെള്ളം കളഞ്ഞപ്പോഴുള്ള ഭാരം എത്രയാണ്? 600. അതിനെ കൊണ്ട് കുറക്കുക. 500 കിട്ടിയില്ലേ? ഈ 500 പകുതി വെള്ളത്തിൻ്റെ ഭാരമാണ് കേട്ടോ. പകുതി വെള്ളത്തിൻ്റെ ഭാരവും വെള്ളം കളഞ്ഞപ്പോൾ മൊത്തം ഭാരം എത്രയായിരുന്നു? 600. അതും തമ്മിൽ കുറക്കുക. അപ്പോൾ 100 കിട്ടും. കുപ്പിയുടെ ഭാരം 100 ഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ പ്ലൂറൽ ഫ്രം ഓഫ് ദ വേർഡ്സ് മാൻ ഈസ് മെൻ. പ്ലൂറൽ ഫ്രം ഓഫ് ദ വേർഡ്സ് ചൈൽഡ് ഈസ് ഡാഷ്. ആൻസർ എന്താണ്? ചിൽഡ്രൻ. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. 1947 കൊല്ലത്ത് നിന്ന് വാരികയായി തുടങ്ങിയ ഒരു പ്രസിദ്ധീകരണമാണ് 1953 നവംബർ 16 ദിനപത്രമായി മാറിയത്. പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്ത്? ജനയുഗം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ IT പഠനത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഉബുണ്ടു. ചെണ്ട, കൊമ്പ്, ഇലത്താളം, തിമില, ഇടക്ക, മദ്ദളം. ഇതിൽ പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചെണ്ട. ഒന്നാമത്തെ ചോദ്യം: ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. രാത്രിമഴ എന്ന കവിതയിലെ ചില വരികളാണിത്. കവിത എഴുതിയതാര്? സുഗതകുമാരി. സാഹിത്യരംഗത്തെ പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ഏറ്റവും ഒടുവിൽ ലഭിച്ചതാർക്ക്? ഡോക്ടർ SK വസന്തൻ. അടുത്ത ചോദ്യം: കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ V ശിവൻകുട്ടിയാണല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള അവാർഡ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടി ഊർവശിക്കും. കരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ബീന R ചന്ദ്രനുമാണ് ലഭിച്ചത്. ബീന R ചന്ദ്രന് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചത്? തടവ്. അടുത്ത ചോദ്യം: സൂചനകളിൽ നിന്നും വ്യക്തിയെ കണ്ടെത്തുക. അതിൽ ഒന്നാമത്തെ സൂചന: 2015 അർജുന അവാർഡും 2017 പത്മശ്രീയും ലഭിച്ച ഹോക്കി താരം. രണ്ടാമത്തെ സൂചന: പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പർ. മൂന്നാമത്തെ സൂചന: പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നു. ആരാണ്? PR ശ്രീജേഷ്. ശാക്രവംശത്തിൽ പിറന്നതിനാൽ ശാക്രമിനി എന്നും കുടുംബ പേര് ഗോതമ എന്നായതിനാൽ ഗൗതമൻ എന്നും അറിയപ്പെട്ട ശ്രീബുദ്ധൻ്റെ യഥാർത്ഥ നാമം എന്ത്? സിദ്ധാർത്ഥൻ. 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ 4 തവണ കൂട്ടിയ തുക 40,000-ൽ നിന്നും എത്ര കുറവായിരിക്കും? ആൻസർ 4. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണെന്ന് അറിയുന്നുണ്ടാവുമല്ലോ.
സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമേത്? വ്യാഴം. പീരിയോഡിക് ടേബിളിലെ 7ാമത്തെ മൂലകം തന്നെയാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഏത് മൂലകം? നൈട്രജൻ. 20ാമത്തെ ചോദ്യം. സംസ്ഥാനത്ത് ജന്മിത്ത സമ്പ്രദായം പൂർണ്ണമായും അവസാനിപ്പിച്ച ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കേരളത്തിൽ 1970 ജനുവരി 1 പ്രാബല്യത്തിൽ വന്നു. അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? സി. അച്യുതമേനോൻ. ടൈം ബ്രേക്ക് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. വനിതകളെ ലോകത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിനു വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനപ്രകാരം അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നു. എന്നാണ് ആ ദിനം? മാർച്ച് 8. ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിൽ കുത്തിവെക്കുന്ന ആസിഡിൻ്റെ പേരെഴുതുക. ഫോർമിക് ആസിഡ്. 3 അക്കമുള്ള ഏറ്റവും വലിയ ഇരട്ട സംഖ്യയിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത്? 997. ഏത് അവയവത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഓഫ്താൽമോളജി എന്നറിയപ്പെടുന്നത്? കണ്ണ്. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ നദി. നമ്മുടെ ചാനലിൽ 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. കൂടാതെ LSS USS ക്ലാസ്സുകളും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ GK പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ ചാനൽ ഒരുക്കുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ.